IPL താരലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഒരു പക്ഷേ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു ടീമായത്. അതിന് വലിയ പ്രത്യേകതകളുണ്ടായിരുന്നു. കാരണം 2 യുവ താരങ്ങളെ 14.2 കോടി രൂപ വീതം നൽകി ചെന്നൈ അവരുടെ പാളയത്തിലെത്തിച്ചു. ഇനി നമ്മൾ വിശദമായി നോക്കുകയാണ് IPL മിനി താരലേലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന്. ചെന്നൈ ആണ് ആദ്യം നമ്മളിന്ന് സംസാരിക്കുന്നത്. സഫാൻ റാഷിദ് ഒപ്പം ദിലീപ് പ്രേമചന്ദ്രൻ സാർ. ആദ്യം ദിലീപ് സാർ, ചെന്നൈയുടെ എതിർ ആരാധകർ ചെന്നൈയെ കളിയാക്കിക്കൊണ്ടേയിരുന്നത് ഒരു എന്താ പറയുക, ഒരു വയസ്സൻ പട എന്നായിരുന്നു. ഇതിപ്പോൾ ജെൻസി ചെന്നൈ ആണല്ലോ. ഫ്ലെമിംഗ് ഇന്നലെ T20 ബേബീസ് എന്നാണ് പറഞ്ഞത്, ഇത് ലേലം കഴിഞ്ഞിട്ട്. അപ്പം ഇത് ഫ്ലെമിംഗ് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയി. കളി വല്ലാതെ മാറിയിട്ടുണ്ട്. T20 ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് പിന്നെ ഒരു സ്കോർ എടുക്കാം, ആ ഒരു ചിന്തയൊക്കെ മാറി. ഇപ്പം ആദ്യത്തെ ബോൾ തൊട്ട് അടിക്കുക എന്നുള്ളതാണ്. ഇവരൊക്കെ ഈ കളിക്കാരൊക്കെ ഒരു ഫിയർലെസ് ബാറ്റിംഗ് ആണ്. ആദ്യത്തെ ബോൾ വന്ന് 6 അടിക്കാൻ കഴിവുള്ള കളിക്കാർ. പക്ഷേ ഈ T20 ബേബീസ് പറയാനൊരു കാരണവും കൂടി, ഇത് നാളേക്കുള്ള ടീമാണ്. ചിലപ്പോൾ ഈ സീസൺ ജയിച്ചു എന്ന് വരില്ല. അത് ഇപ്പം ഈ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അനുഭവമുള്ളവർ ആരൊക്കെയാണ്? സഞ്ജു സാംസൺ, ഋതുരാജ് ഗേക്വാഡ്, MS ധോണി, ജഡേജ പോയി. പിന്നെ ഇതിൽ കുറച്ച് പ്രായമായിട്ടുള്ളവർ തന്നെ, ഇപ്പം മാറ്റ് ഹെൻറി, അഖിൽ ഹുസൈൻ, ഇവരൊന്നും IPL അനുഭവമില്ല. അപ്പം അത് ശരിക്കും ഒരു നാളേക്കുള്ളൊരു ടീമാണ്. അവർ ഭാവി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൊരു സ്ക്വാഡാണിത്. സഫാൻ, ഞാനീ പറഞ്ഞതുപോലെ 14 കോടി വീതം നൽകി 28 കോടി രൂപയ്ക്ക് 19ഉം 20ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെ, 2 കുട്ടിത്താരങ്ങളെ ചെന്നൈ എടുക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ലോങ് ടൈമിലേക്ക്, ഒരു വലിയ വിഷൻ മുന്നിൽ വെച്ചാണ് ചെന്നൈ ഈ 2 താരങ്ങളെ എടുത്തിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായി അറിയാം. ഇത്രയേറെ കോടി രൂപ അവർക്ക് നൽകിയത് ഒരു പക്ഷേ അവർ പോലും അമ്പരന്ന് പോയി കേട്ടോ. അതിൽ നമ്മൾ ഈ ചെന്നൈക്ക് ബാലൻസ് ഉണ്ടായിരുന്നത് 43 കോടിയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത് കൊൽക്കത്തയും ചെന്നൈയും തമ്മിലൊരു ബിഡ് വാർ നടക്കുക എന്നുള്ളതായിരുന്നു. കാരണം കൊൽക്കത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടായിരുന്നത്. അവരോടൊരു കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടീം ചെന്നൈ ആയിരുന്നു. അപ്പോൾ ഈ വിദേശത്തെ സൂപ്പർ താരങ്ങൾ, ഇപ്പോൾ ലിയാം ലിവിങ്സ്റ്റണൊക്കെ പോലുള്ള താരങ്ങൾക്ക് പിന്നാലെ ഇരു ടീമും തമ്മിൽ ഭയങ്കര മത്സരം നടക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ചെന്നൈ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് 2 താരങ്ങൾക്ക് 14 കോടി വീതം കൊടുത്തു. അപ്പോൾ അതൊക്കെ 28 കോടിയായി. പിന്നീട് കാര്യമായിട്ട് അവർക്ക് ചിലവഴിക്കാനില്ലായിരുന്നു. അതിൽ അവർ കുറച്ച് പിക്ക് കൂടി നടത്തി. നേരത്തെ പറഞ്ഞ മാറ്റ് ഹെൻറി എനിക്ക് തോന്നുന്നു ഈ T20 അത്ര ഒരു എക്സ്പെർട്ട് അല്ല, എന്നാൽ നല്ല ബോളറാണ്. നല്ല ലെലും ലെങ്ത്തിലൊക്കെ എറിയുന്ന ആളാണ്. നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈ വലിയൊരു ഷിഫ്റ്റിലേക്കാണ് മാറുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈയുടെ ഒരു പോസിബിൾ ലൈനപ്പ് എന്ന് നോക്കാം. ഇതൊരു പോസിബിൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പണിങ്ങിൽ ഒരാൾ സഞ്ജു സാംസൺ ആയിരിക്കും. പിന്നീട് ആയുഷ് മാത്ര ആയിരിക്കും ഒരു പെയറായിട്ടുണ്ടാവുക. പിന്നീട് ഋതുരാജ് ഗേക്വാദ് ആയിരിക്കും 3-ാം നമ്പറിൽ വരാൻ സാധ്യത. പിന്നീട് ശിവൻ ഡുബെ ഉണ്ട്, ഡെവാൾഡ് ബ്രേവ്സ് ഉണ്ട്, കാർത്തിക് ശർമ്മയുണ്ട്. 3 പേരും ഒരു ഫിനിഷിംഗ് എബിലിറ്റിയുള്ള അല്ലെങ്കിൽ ബിഗ് ഹിറ്റർമാരാണ്. കൂടെ നമ്മുടെ പ്രശാന്ത് വീർ ഉണ്ട്. ഒരു 7-ാമനായിട്ടായിരിക്കും പ്രശാന്ത് വീർ വരിക എന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് MS ധോണി ഉണ്ട് 8-ാമനായിട്ട്. അത് ഇമ്പാക്ട് പ്ലെയർ എന്തായാലും ആവാൻ സാധ്യതയുണ്ടോ സാറിന്? എന്താണ് ധോണിയെക്കുറിച്ച് തോന്നുന്നത്? അത് ആ ഒരു കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അവർ മാറ്റും. പിന്നെ ടോസും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും. പക്ഷെ ഇതിൽ ഈ ഒരാളെടുത്തിട്ടുള്ളത്, കാർത്തിക് ശർമ്മ എടുത്തിട്ടുള്ളത് ധോണി വിരമിക്കുമ്പോൾ ആ സ്പോട്ടിലേക്ക് കയറാൻ. മറ്റേത് പോയ ജഡേജ റിപ്ലേസ് ചെയ്യാൻ പ്രശാന്ത് വീരും. ലെഫ്റ്റ് ആം സ്പിന്നറാണ്, ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. അപ്പം അത് വളരെ കൃത്യമായി നോക്കിയിട്ട് ഏതൊക്കെ ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട അതനുസരിച്ചിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ മുമ്പ് ഹേസൽവുഡ് അവർക്ക് കളിച്ചിരുന്ന അത് വിട്ടത് ഒരു വലിയൊരു നഷ്ടമായി എന്ന് അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് മാറ്റ് ഹെൻറിക്കുള്ളൊരു വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഈ വോബിൾ സീം നന്നായി എറിയണ ഒരു ബോളറാണ്. അത് ഈ IPL വളരെ ആവശ്യമാണ്, അങ്ങനത്തെ ഒരു വേരിയേഷൻ. പിന്നീട് നഥാൻ എല്ലിസ് ഉണ്ട്. നഥാൻ എല്ലിസ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു T20 ടീമിലെ നല്ലൊരു പേസറാണ്. പിന്നെ സ്പിന്ന് നൂർ അഹമ്മദ് അറിയാം, സീസണിൽ നന്നായി ഫോം ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നൂർ തന്നെ ആയിരിക്കും. പിന്നീട് പ്രശാന്ത് ലെഫ്റ്റ് ആം സ്പിന്നർ, അഖിൽ ഹുസൈനും സ്പിന്നറാണ്. അപ്പോൾ അഖിൽ ഹുസൈനും നൂർ അഹമ്മദും അഖിൽ ഹുസൈനും എങ്ങനെ രണ്ടുപേരും വലിയ വിക്കറ്റ് ടേക്കേഴ്സ് അല്ല. പ്രശാന്ത് വീരും UP പ്രീമിയർ ലീഗിലും വിക്കറ്റ് അധികം എടുത്തില്ല, പക്ഷെ റൺ കൊടുക്കില്ല. അതേപോലെ തന്നെയാണ് അഖിൽ ഹുസൈനും. വളരെ ടൈറ്റായിട്ട് എറിയാൻ പറ്റും. ധോണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് കൺട്രോളാണ്. കളി കൺട്രോൾ ചെയ്യണം. മറ്റൊരു റൺ റേറ്റ് ഇങ്ങനെ സ്ലോ ആക്കി
അങ്ങനെ ആ പ്രഷർ കൊണ്ട് വിക്കറ്റ് എടുക്കുക. അതാണ് മുമ്പ് തൊട്ടേ CSKയുടെ സ്ട്രാറ്റജി. അതാണ്. പിന്നീട് ഒരു ഇന്ത്യൻ പേസർ ഖലീൽ അഹമ്മദ് തന്നെ ആയിരിക്കും അവരുടെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, 4 വിക്കറ്റ് കീപ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് 4 ജനറേഷനാണ്. ഏറ്റവും സീനിയർ താരമായിട്ട് MS ധോണി ഉണ്ട്, തൊട്ട് താഴെ സഞ്ജു സാംസൺ എത്തി, തൊട്ട് താഴെ ഉർവിൽ പട്ടേൽ ഉണ്ട്, അതിനും താഴെ നമ്മൾ പുതിയ വന്ന കാർത്തിക് ശങ്കർ, കാർത്തിക് ശർമ്മ. ഈ ബിഡിനെ കുറിച്ച് കാർത്തികിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. അപ്പം ആദ്യം തന്നെ ടെൻഷനായിരുന്നു ഉള്ളിൽ, എടുക്കുമോ, ആരെങ്കിലും എടുക്കുമോ എന്നുള്ളത്. കാരണം അതിന് തൊട്ട് മുൻപേ വന്ന ഈ ബേസ് പ്രൈസ് 30 lakhs ഉള്ള ആളുകൾ അധികം ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ 30 ലക്ഷത്തിലെത്തി. അപ്പോൾ ഫസ്റ്റ് വിളി വന്നു, കയറി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. 10 കോടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ നൃത്തം ചെയ്യായിരുന്നു. പിന്നീട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല, കാരണം ഞാൻ സന്തോഷം കൊണ്ട് കലങ്ങിയിരുന്നു. പക്ഷെ ഇതിൽ വലിയ ഭാഗ്യത്തിന്റെ ഒരു എലിമെന്റും കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പേര് എപ്പോഴാ വിളിക്കണമെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഇന്നലെ അശോക് ശർമ്മ എന്ന് പറഞ്ഞ രാജസ്ഥാനിന്റെ പേസ് ബോളർ എല്ലാ ഫ്രാഞ്ചൈസും നോക്കിയിരുന്നു. എന്നുവെച്ചാൽ ഇന്ത്യയിൽ 150 സ്പീഡിൽ എറിയണ വളരെ കുറവ് ബോളർമാരേ ഉള്ളൂ. പക്ഷെ അശോക് ശർമ്മയുടെ പേര് വന്നപ്പോഴേക്കും പലരുടെയും ബഡ്ജറ്റ് തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 90 ലക്ഷം കിട്ടിയുള്ളൂ. മറ്റേ നേരെ തിരിച്ചിപ്പോൾ കാർത്തിക് ശർമ്മയുടെ പേര് വിളിക്കുന്ന സമയത്താണ് കിട്ടിയിരുന്ന വെച്ചാൽ ചിലപ്പോൾ ഒരു 6-7 കോടി കിട്ടുമായിരുന്നു. അതിൽ നമ്മുടെ ഈ കാമറൂൺ ഗ്രീൻ ഉണ്ടല്ലോ, അദ്ദേഹം ബേസിക്കലി ഓൾറൗണ്ടറാണ്. പക്ഷെ അദ്ദേഹം ബാറ്റർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പലരും പറഞ്ഞൊരു തന്ത്രം ഇങ്ങനെയായിരുന്നു, അതായത് ഈ ബാറ്റർമാരെയാണ് ഓപ്ഷനിൽ ആദ്യം വിളിക്കുക. പക്ഷെ ഇന്നലെ ഏജന്റ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, ബോൾ ചെയ്യാനും തയ്യാറാണ്. അല്ലെങ്കിൽ ഇപ്പൊ KKRന്റെ ഫാൻസ് ചോദിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും പൈസ. ഇത് കാമറൂൺ ഗ്രീൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പരിക്കുകളുള്ള ഒരു കളിക്കാരനാണ്. കാമറൂൺ ഗ്രീൻ്റെ വേറൊരു കാര്യം കൂടി, കാമറൂൺ ഗ്രീന് ഇന്നലെ 25 കോടി രൂപയ്ക്ക് ഇന്നലെ വിറ്റുപോയി. ഇന്ന് രാവിലെ ആഷസിൽ അദ്ദേഹം ഇറങ്ങി 2ാമത്തെ പത്തിൽ അദ്ദേഹം പുറത്താവുകയും ചെയ്തു. ക്രിക്കറ്റാണ്, പക്ഷേ എന്നാലും അതെ. പക്ഷേ ഈ കാർത്തികിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞത്, കാർത്തിക് രാജസ്ഥാനിൽ നിന്നുള്ള വിക്കറ്റ് കീപ്പറാണല്ലേ സാർ? രാജസ്ഥാനാണ്. 160+ ആണ് സ്ട്രൈക്ക് റേറ്റ്. ഇപ്പം ചെന്നൈയുടെ അക്കാഡമിയിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കി 11 കളി ചെന്നൈക്ക് വേണ്ടി കളിച്ചു, 335 റൺസ് എടുത്തു, 28 സിക്സറുകളാണതിൽ. ഒരു നേരത്തെ ഈ മനസ്സിലാക്കിയ സഫാൻ പറഞ്ഞതുപോലെ ഒരു ഫിനിഷർ, സാറ് പറഞ്ഞ പോലെ ഒരു ഫിനിഷറുടെ റോളിലേക്ക് എത്തുന്ന സമയത്ത് നീ പോയി അടിച്ചിട്ട് വാ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ, ധൈര്യശാലിയാണ്. ഈ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്രശാന്ത് വീറും ഒരു 6 സിക്സറാണ്, കാർത്തിക് ശർമ്മ, ശിവം ദൂബെ, ഡിവോൾ ബ്രവിസ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഭയങ്കര ഒരു ലൈനപ്പ് ആയിരിക്കും. ആയുഷ് മാത്രമേ അത് ടോപ്പ്. ഞാൻ മിഡിൽ ഓർഡറിന്റെ കാര്യം പറഞ്ഞു. മിഡിൽ ഓർഡറിൽ ശരിക്കും ഒരു അവസാനത്തെ 5 ഓവറിൽ ഈസി ആയിട്ട് ഒരു 75 റൺ എടുക്കാൻ പറ്റുന്ന ഒരു ടീമാണിത് ക്ലിക്ക് ചെയ്താൽ. പക്ഷെ അനുഭവം ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പ്രഷർ വന്ന ആ കളിയിൽ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ഒരുപാട് സീസണുകളിൽ ഈ ടീം ഇതുപോലെ തുടരാനും അതാ ഞാൻ പറഞ്ഞു, നാളേക്കുള്ള ടീമാണിത്. ഈ സഫാനെ, ചെന്നൈയെ ഇനി പൂർണ്ണമായി നമുക്ക് ജെൻസി ടീം എന്ന് വിളിക്കാമല്ലോ അല്ലേ? അതെ. അതിൽ നമ്മൾ ഇനിയും ഉള്ള ചോദ്യം, ധോണി എത്ര കാലം ഉണ്ടാകുന്നുള്ള. അപ്പോൾ എനിക്ക് പൊതുവെ എല്ലാവരും പറയുന്നത് ഡെഫിനറ്റ്ലി ഇത് ലാസ്റ്റ് സീസൺ എന്നാണ്. അത് 2020 മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. 2020 എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡ് കാലത്ത് UAE IPL ധോണിയോട് ചോദിച്ചാണ്, ഇന്ത്യൻ ടീമിൽ വിരമിച്ച സമയപ്പോൾ ഈ സീസണോടെ നിർത്തുകയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എന്നോടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒരു സീസണും കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതിപ്പോൾ 2025-26 6ാമത്തെ സീസണായി അത് തീർന്നിട്ട്. പക്ഷെ ഇതേതായാലും ലാസ്റ്റ് ആയിരിക്കും. കാരണം ആ മുട്ട് സർജറിക്ക് ശേഷം ധോണി പഴയ ധോണി അല്ല. അത് ഫ്രാഞ്ചൈസിൻ്റെ ഭാഗത്തു നിന്നാണ് കുറേ പ്രഷർ ഉണ്ടായിട്ടുള്ളത് ധോണി നിൽക്കണം. അത് കോൺട്രാക്റ്റിൻ്റെയും സ്പോൺസർഷിപ്പിൻ്റെ ഇതിന് മാത്രമല്ല, ഒരു പുതിയൊരു ടീമിനെ ഒന്നൊരു ഷേപ്പാക്കിയിട്ട് പോകണം എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരെയൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഒരു സീസൺ അവർ ധോണിയുടെ കൂടെ ഡ്രസ്സിങ് റൂമിൽ ചെലവഴിച്ച് അവർ കുറേയും കൂടി ഒരു ഫിനിഷ് കളിക്കാരായി മാറാൻ വേണ്ടി. സാറിനോട് ചോദിച്ചാൽ ധോണിയുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും ഇപ്പോൾ IPL? തീർച്ചയായിട്ടും അത് CSK മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ന് നിങ്ങൾ വിരമിക്കുന്നു അന്ന് ഇവിടെ ഒരു ജോലി ഉണ്ടാവും. അത് എന്ത് റോളായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിപ്പോൾ സ്കൗട്ടായിട്ട് വേണോ, അത് എന്താ പറയുക, ഇപ്പോൾ ടാലൻറ്റ് മാനേജറിനോ എന്തെങ്കിലും മെൻറ്റോർ, എന്ത് റോള് ധോണി ചോദിച്ചാലും
എൻ ധോണി ചെന്നൈക്കൊപ്പം തന്നെ ഉണ്ടാവും എതിരോളം. ഉറപ്പായിട്ടും ഒരിക്കലും വേറെ ഒരു ഫ്രാഞ്ചൈസിലേക്ക് എനിക്കൊരു സംശയമേ, നമ്മൾ ഇത്തവണ സീസണിലെങ്ങാനും ധോണി തിളങ്ങുകയും നമ്മൾ അടുത്ത വർഷത്തെ പോഡ്കാസ്റ്റിൽ ഒരു വർഷം ഇതിനെക്കുറിച്ച് സംസാരിക്കും, ധോണി ഈ വർഷം കൂടി ആയിരിക്കുമല്ലോ. പക്ഷേ എല്ലാം തന്നെയാണ് എൻ്റെ അടുത്ത്. അതിൽ നമ്മൾ പറയുന്ന കാര്യം ഇപ്പൊ 4 വിക്കറ്റ് KPS ഉള്ളതുകൊണ്ടേ ഇപ്പൊ സഞ്ജുവിനൊക്കെ ചിലപ്പോൾ ഒരു പെർഫോം ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി വരും. അല്ലെങ്കിൽ ഓപ്ഷൻ പക്ഷെ സഞ്ജു കീപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. സഞ്ജുവിനോട് അവർ മിക്കവാറും പറയുന്നത് ബാറ്റിങ്ങിൽ ഫോക്കസ് ചെയ്ത് അതില് അങ്ങനെ കളിക്കാന്നായിരിക്കും. ചെന്നൈയെ സംബന്ധിച്ച് ചെന്നൈയുടെ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. കാരണം ടീമിൽ വന്നിരിക്കുന്ന അടിമുടി മാറ്റങ്ങൾ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇപ്പം സഞ്ജു വന്നതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആരാധകർ ചെന്നൈയിനോട് വലിയ സ്നേഹം നമ്മൾ കാണുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ചെന്നൈക്ക് കുറേ കൂടി ഉത്തരവാദിത്വം ഇത്തവണ ഉണ്ടെന്ന് തോന്നുന്നു സാർ. കാരണം കുറേ കൂടി ഒരു ആരാധകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ചെന്നൈ. പക്ഷെ പ്രഷറും കുറവാണ്. കഴിഞ്ഞ സീസൺ അത്രയും മോശമായത് കാരണം അതിലും നന്നായി കളിക്കാനേ പറ്റുള്ളൂ, അതിലും മോശമായി കളിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പണ്ടൊക്കെ എപ്പോഴും എല്ലാ സീസൺ തുടങ്ങുമ്പോഴും ചെന്നൈ ജയിക്കണം, അതൊരു സ്റ്റാൻഡേർഡ് ഇതാണ്. കുറേ കാലം പ്ലേ ഓഫ് എത്താതെ ഒരു സീസണും കൂടി പോവാത്തൊരു ടീം ചെന്നൈ ആയിരുന്നു. അതൊക്കെ ഇപ്പം മാറി. അപ്പം ഇനിയിപ്പോൾ ഈ ചെറുപ്പക്കാരെ വെച്ചിട്ട് അത്ര ഒരു പ്രഷർ ഇന്ന് തന്നെ ജയിക്കണം എന്നുള്ള പ്രഷർ ഉണ്ടാവില്ല. പ്ലേ ഓഫിലെത്തിയ അധിക ഫാൻസും സന്തുഷ്ടരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പറയേണ്ട ഒരാൾ ഈ സ്റ്റീഫൻ ഫ്ലെമിംഗ് ആണ് നമ്മൾ വിട്ടുപോയത്. കാരണം ചെന്നൈയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തലധോണിയെ കുറിച്ചാണ് പറയുന്നത്. 2008 സീസണിൽ പ്ലെയറായി വന്ന ഫ്ലെമിംഗ് ടീമിൻ്റെ എല്ലാ ഉയർച്ചകളിലും കൂടെയുള്ള ഒരാളാണ്. കൂടാതെ എല്ലാ താഴ്ചകൾക്കും എല്ലാ പാപഭാരവും ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ്. അപ്പോൾ ഫ്ലെമിംഗ് തന്നെയാണ് പുതിയൊരു അവരുടെ ഒരു എന്താ പറയുക ഒരു വിപ്ലവത്തിന്, അതായത് ഈ ജെൻസി വിപ്ലവത്തിനും തുടക്കം കുറിക്കുന്നത് ഫ്ലെമിംഗ് തന്നെയാണ്. അപ്പോൾ ഫ്ലെമിങ്ങിനെ സംബന്ധിച്ചും ഒരു അഗ്നിപരീക്ഷ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ചെന്നൈ കാലത്തിനനുസരിച്ച് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് ചെന്നൈ എടുക്കുകയാണ്. ചെന്നൈയുടെ ടീമിൽ വന്നിരിക്കുന്ന അടിമുടി വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ഇത്തവണ എങ്ങനെ IPL വലിയ വമ്പൻ ജയങ്ങൾ ചെന്നൈക്ക് സമ്മാനിക്കും